ഹലോ ഓൾ. ഞാൻ വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരുപാട് നാളായി, കുറച്ച് ബിസി ആയിരുന്നു. ബട്ട് ഇനി തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആൻഡ് ടുഡേയ്സ് ടോപ്പിക് ഈസ് അനോറെക്സിയ നെർവോസ. പൊതുവേ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ഡിസോർഡറാണ് അനോറെക്സിയ നെർവോസ. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അതൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ സെൽഫ് സ്റ്റാവേഷൻ, അതായത് ഒട്ടും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ മിനിമമായി കഴിക്കുക. അത് ഒട്ടും കഴിക്കാതെ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ് അനോറെക്സിയ നെർവോസ. ഇത് കണ്ടുവരുന്നത് കൂടുതലും യങ് ഫീമെയിൽസിലാണെങ്കിലും പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അനോറെക്സിയ ഉള്ളവർ ചിന്തിക്കുന്നത് അവർ ഭയങ്കര വണ്ണമാണ്, അവർക്ക് ഒരുപാട് വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതിയാണ് അവരുടേത്. അവരുടെ വെയ്റ്റ് ചിലപ്പോൾ 40 45 ഈവൻ ലെസ് ദാൻ ദാറ്റ്, അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. പക്ഷേ അവർക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ല ഉണ്ടാവുന്നത്. അവരെ തന്നെ മിററിൽ നോക്കുമ്പോൾ അവർ ഭയങ്കര അമിതവണ്ണമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒട്ടും ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് വളരെ 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 കുറച്ച്, മേ ബി ഒരു സ്പൂണോ 2 സ്പൂണോ ഒക്കെ കഴിക്കുക. ഈ ഒരു കണ്ടീഷനാണ് അനോറെക്സിയ നെർവോസ. ഇത് അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും അവരുടെ വെയ്റ്റിനെ കുറിച്ചിട്ടും അവരുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടും. കോൺസ്റ്റൻ്റ്ലി വെയിറ്റ് നോക്കുക, റെഗുലർലി വെയിറ്റ് നോക്കുക, അല്ലെങ്കിൽ എപ്പോൾ ഒക്കെ ഫുഡ് കഴിച്ചാലും ഉടനെ ചെന്ന് വെയിറ്റ് നോക്കുക. ഇതൊക്കെ അവരിൽ കണ്ടുവരുന്ന ടെൻഡൻസീസാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് അറിഞ്ഞാലും അവർ ഈ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അവർക്ക് ആ ഒരു പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് അല്ല അവരിലുള്ളത്. അവർ ഒബ്സസ്ഡ് ആണ് അവരുടെ വെയ്റ്റിനെ കുറിച്ചും അപ്പിയറൻസിനെ കുറിച്ചും. ഇതിൻ്റെ ഹെൽത്ത് കോൺസിക്വൻസസ് അറിഞ്ഞിട്ടും അവർ ആ കണ്ടീഷൻ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. സംടൈംസ് അത് ഡെത്ത് വരെ സംഭവിക്കാം, മരണത്തിലേക്ക് വരെ പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇത് കൂടുതലും പെർഫെക്ഷനിസം, സ്യൂസൈഡ് ടെൻഡൻസീസ്, ഡിപ്രഷൻ, ഇതുമൊക്കെ ആയിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് അനോറെക്സിയ നെർവോസ. അതായത് അവരെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം, അവരുടെ ബോഡി പെർഫെക്റ്റ് ആയിരിക്കണം, ഓരോ പാർട്ടും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ഫാഷൻ മോഡൽസിനെ കാണുന്ന, ആക്ട്രസസിനെ കാണുന്ന പോലെയൊക്കെ അവരുടെ ബോഡിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനിൽ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഡിസോർഡർ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മറ്റ് രോഗങ്ങൾ, ഫോർ എക്സാമ്പിൾ വിഷാദം, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ടെൻഷൻ, വിഷാദം, പിന്നെ ഒരുപാട് ഈ ഒരു മാനസിക രീതി ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ലൈഫിൽ മറ്റ് ചാലഞ്ചസ് വരുമ്പോഴും അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂയിസൈഡ് ടെൻഡൻസീസും ഒക്കെ കണ്ടുവരുന്നതാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒട്ടും ഫുഡ് കഴിക്കത്തില്ല. ഫുഡ് ഇൻടേക്ക് വളരെ വളരെ കുറവായിരിക്കും, വളരെ മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ കഴിച്ച ഫുഡ് വോമിറ്റ് ചെയ്ത് കളയുക, ഫുഡ് ഒട്ടും സ്കിപ്പ് ചെയ്യുക, കഴിക്കേണ്ട മീൽസ് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇത് കഴിക്കാതെ തന്നെ എക്സസൈസ് ചെയ്യുക. കാരണം അവരുടെ മനസ്സിൽ അവരെ തന്നെ കാണുമ്പോൾ അമിതവണ്ണമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക. അതും സാധാരണ ആൾക്കാർ ചെയ്യുന്ന എക്സസൈസ് പോലെ ആയിരിക്കില്ല. ഒരു ദിവസം തന്നെ അവർ ഒരുപാട് മണിക്കൂർ എക്സസൈസിന് വേണ്ടി, അതും ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള എക്സസൈസസിന് വേണ്ടിയിട്ടായിരിക്കും അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഫുഡ് കഴിക്കാതെ തന്നെ അവർ എക്സസൈസും ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സസൈസും ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ബോഡീൻ്റെ ഫങ്ഷൻസിനെ എല്ലാം അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സിംറ്റംസിൽ മിക്കവാറും ഇൻക്ലൂഡഡ് ആയിട്ട് കാണപ്പെടുന്നത് കോൺസ്റ്റിപ്പേഷൻ, നേരെ ടോയ്ലറ്റിൽ പോവാതിരിക്കുക. കാരണം ഒബ്വിയസ്ലി അവരുടെ ഫുഡ് ഇൻടേക്കും അത് അഫക്റ്റഡ് ആണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ്, പിന്നെ വയറുവേദന, ഇതിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. പിന്നെ അമിതമായിട്ട് എക്സസൈസ്, നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ട് റഫ് എക്സസൈസസ് ഫോളോ ചെയ്യുന്നതും, പിന്നെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുന്നതും, ആഹാരമേ കഴിക്കാതിരിക്കുന്നതും, സ്കിപ്പ് ചെയ്യുന്നതും, ഇനിയിപ്പോൾ കഴിച്ചാൽ അതെങ്ങനെയെങ്കിലും വോമിറ്റ് ചെയ്ത് കളയുന്നതും, പിന്നെ
കഴിച്ചത് കൊണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഗിൽറ്റ് ഫീലിംഗ് തോന്നുക, അയ്യോ ഒരുപാട് കഴിച്ചു എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ് തോന്നിയിട്ട് അതിനെ എക്സസൈസ് ചെയ്ത് കളയുക. ആ ഒരു മീൻസ് അത് ആ ഒരു ഫാറ്റ് അബ്സോർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് എക്സസൈസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കാതിരിക്കുന്നതും ഒരു എക്സസീവ് എക്സസൈസും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കോമൺ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ സോഷ്യൽ വിത്ഡ്രോവൽ ഒരു സിംറ്റമാണ്. അതായത് അധികം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ, ഫങ്ഷൻസിനൊന്നും അറ്റൻഡ് ചെയ്യാതെ മാറി നടക്കുക. പിന്നെ വെയിറ്റ് എപ്പോഴും നോക്കുക, വെയിങ് മെഷീനിൽ വെയിറ്റ് നോക്കുക. അത് വെയിറ്റ് കുറവാണെങ്കിൽ കൂടിയും അത് കുറവാണെന്ന് മനസ്സിലാക്കാതെ അത് ഒരുപാട് കൂടുതലാണ്, ചിലപ്പോൾ ആളിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കില്ല, അണ്ടർ വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 55 അല്ലെങ്കിൽ 60 കിലോ വേണം, ഒരു നോർമൽ വെയിറ്റ് അത്രയും വേണം എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അയാൾ 45 50 കിലോസോ ആണെങ്കിൽ കൂടിയും അത് അമിതവണ്ണമാണ് എന്നുള്ള ഒരു ചിന്താരീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും ഇവർ. അനോറെക്സിയ നെർവോസ കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് ലീഡ് ചെയ്യാം, ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാം, വയറുമായിട്ട് സംബന്ധിക്കുന്ന ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ ചില കേസസിൽ അമിതമായിട്ട് ഹെയർ ഗ്രോത്ത്, പിന്നെ മെൻസ്ട്രേഷന്, നോർമൽ പീരിയഡ്സിനെ ഒബ്വിയസ്ലി എഫക്റ്റ് ചെയ്യും ഹോർമോൺസ്. അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഹോർമോൺസിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് സാധാരണ കിട്ടേണ്ട മിനറൽസും വൈറ്റമിൻസും ഒന്നും കിട്ടാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പല അസുഖങ്ങളും കണ്ടുവരുന്നതാണ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിനൊരു മെയിൻ ഫാക്ടർ ജനറ്റിക്കും പറയും, എൻവയൺമെൻറ്റിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ വേറെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും വരാവുന്നതാണ്. പിന്നെ ഒരു എൻവയൺമെൻറ്റൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം പല കൺട്രീസും പല കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൺട്രിയിലെ കൾച്ചറൽ ഫാക്ടേഴ്സ് അനുസരിച്ച് തിൻ ബോഡീസ് അല്ലെങ്കിൽ മെലിഞ്ഞ ആൾക്കാരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് സൈക്കോളജിക്കലി അവർക്ക് ആ ഒരു പ്രഷറുണ്ട്. നല്ല അപ്പിയറൻസ് ആണെങ്കിൽ സ്ലിം ആയിരിക്കണം, സ്ലിം എന്നുമല്ല അണ്ടർ വെയ്റ്റ്, അവരുടെ മനസ്സിൽ എപ്പോഴും അവർ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. ബട്ട് അത് നോർമൽ അല്ല എന്നുള്ള ഒരു തിങ്കിങ് പാറ്റേൺ അവർക്ക് വരുന്നില്ല. അപ്പോൾ മാൽനറിഷ്ഡ് ആയിരിക്കും. അപ്പോൾ എന്നാലും ബട്ട് അവർ ഹെൽത്തിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അവർക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, ഫാഷൻ മോഡൽസ്, ആക്ട്രസസ് ഒക്കെ, അപ്പോൾ അവരെയൊക്കെ റോൾ മോഡൽസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് കൂടുതലും യങ് ഗേൾസിലാണ് കാണപ്പെടുന്നതെങ്കിലും പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് കൂടുതലും കണ്ടുവരുന്നത് യങ് ഗേൾസിലാണ്. അപ്പോൾ അവർ ഈ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരെ. അപ്പോൾ ആക്ട്രസസ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും സ്ലിമ്മാണ്. അപ്പോൾ ആ ഒരു ബോഡി അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി ഇമേജ് ആയിരിക്കണം നമ്മുടേത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻകറേജ് ചെയ്യുന്ന കൺട്രീസ് അല്ലെങ്കിൽ കൾച്ചറലി എൻകറേജ് ചെയ്യുന്ന കൺട്രീസിലും ഈ ഒരു ഡിസോർഡർ കൂടുതലായിട്ട് കാണപ്പെടാം. കാരണം ഒബ്വിയസ്ലി ആ ഒരു സോഷ്യൽ പ്രഷർ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കാണും. എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു പ്രഷറിലും അവർ അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പോലും അവർ കഴിക്കില്ല. പൊതുവെ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറവാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ അല്ല, ഇങ്ങനെ വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും അനോറെക്സിയ നെർവോസ കണ്ടുവരാം. അവരുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആത്മവിശ്വാസം തന്നെ വളരെ കുറവാണ്. അവർ കംഫർട്ടബിൾ അല്ല, അവരുടെ ബോഡിയിൽ കംഫർട്ടബിൾ അല്ല. ബോഡി പാർട്സിനെ ഓർത്തിട്ട് അവർക്ക് ആങ്സൈറ്റിയോ ടെൻഷനോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിലും ഒരുപാട് ഇങ്ങനെ ഡയറ്റിങ് ചെയ്യണം. അവർ ചിലപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അവർ ഒട്ടും അമിതവണ്ണമുള്ള ആൾക്കാരേ ആയിരിക്കില്ല. ഇവരെ നേരിട്ട് കാണുമ്പോൾ അമിതവണ്ണം ഒട്ടും തന്നെ ഇല്ല. ഈവൻ ഒരു ഒരു ആവറേജ് വെയിറ്റ് പോലും കാണില്ല, അണ്ടർ വെയ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ അവരെ മിററിൽ നോക്കുമ്പോൾ, കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർ ഭയങ്കര വണ്ണം ഉള്ള സ്ത്രീകളായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. ആത്മവിശ്വാസം ഇല്ലാത്തതും ഇതേപോലുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജ്, അതായത്
യാഥാർത്ഥ്യമല്ലാത്ത യഥാർത്ഥത്തിലുള്ള ബോഡി ഇമേജ് അല്ല അവർ കാണുന്നത്. അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് വേറൊരു ബോഡിയാണ്, വേറൊരു ബോഡി സൈസാണ് അവർക്കുള്ളത് എന്നുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജും അവർക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിസോർഡർ കാണപ്പെടുന്നത്. തിന്നാണ് അല്ലെങ്കിൽ സ്ലിം ആയിട്ടിരിക്കുന്നതാണ് അട്രാക്റ്റീവ്, അല്ലെങ്കിൽ അതാണ് ബോഡി ഇമേജ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ബോഡി ഇമേജ്, വളരെ സ്ലിമ്മായിരിക്കുന്നത് എന്നുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് പാറ്റേൺ ആണ് ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ സെൽഫ് എസ്റ്റീം, പിന്നെ എന്തെങ്കിലും ട്രോമ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഡിസോർഡറിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അനോറെക്സിയ നെർവോസയുടെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി യൂസ് ചെയ്യുന്നുണ്ട് കൗൺസിലിങ്ങിൽ. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് ആണ്. അതായത് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റായിട്ട് ഉള്ള ചിന്താരീതികൾ, അല്ലെങ്കിൽ ഈ അനോറെക്സിയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ, ഈ ഡെയിലി ലൈഫ് സ്ട്രെസ്സേഴ്സ്, എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് അതുമായിട്ട് കോപ്പ് ചെയ്യുന്നത്, ഇതുപോലെ ഫുഡ് കഴിക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഹെൽത്തി ഹാബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണോ അങ്ങനെ കോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ആ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോസസ്സസാണ് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ഫോളോ ചെയ്യുന്നത് കൗൺസിലിങ്ങിൽ. അതുമാത്രമല്ല, ഇമോഷണൽ സപ്പോർട്ട്, ഇപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നോ എൻവയൺമെൻറ്റിൽ നിന്നോ കറക്റ്റ് ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി തെറപ്പി അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫാമിലി തെറപ്പിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് ആ വ്യക്തിക്ക് ഫുള്ളി ഡെവലപ്പ് ചെയ്യാൻ ആസ് എ ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ എല്ലാ ആസ്പെക്റ്റിലും എല്ലാ ഏരിയാസിലും ആ വ്യക്തിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാമിലി നമ്മൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ എല്ലാ മെമ്പേഴ്സിനും കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സൈക്കോതെറപ്പിയിൽ കൗൺസിലിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അനോറെക്സിയ നെർവോസയ്ക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് ഇത് വരാതിരിക്കാൻ, അതായത് ഇത് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട്, ഇപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉള്ളതാണ്. സ്ട്രെസ്സ് ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും രീതിയിൽ നമുക്ക് സ്ട്രെസ്സ് വരും, പക്ഷേ അത് നമ്മൾ എങ്ങനെ കോപ്പ് ചെയ്യുന്നു, അതുമായിട്ട് എന്ത് ചിന്താരീതി യൂസ് ചെയ്തത് കോപ്പ് ചെയ്യുന്നു, അതൊക്കെയാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിപ്പോൾ വിഷാദമാണെങ്കിലും ടെൻഷനാണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും വേറെ എന്ത് രോഗമാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചസിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, എന്ത് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ കൗൺസിലിങ്ങിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ടെങ്കിൽ, ഓൺലൈൻ കൗൺസിലിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.